Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we have learned some basis of classification of cost. Today we are going to discuss the three last important basis of classification of cost. Okay, today's topic on the basis of element of cost. Classification of cost in the next basis on element of cost. On the basis of element of cost, cost may be classified into material cost, labor cost and other expenses. Material cost, labor cost and other expenses. Material cost again classified into two: direct material and indirect material. Labor cost, direct labor and indirect labor. Then other expenses also divided into two: direct expenses and indirect expenses. Okay, first one, material cost. What is material cost? Material costs are those costs which are incurred in the organization or in the business. Material costs are those costs which are incurred in the organization. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന മെറ്റീരിയൽസ്, എത്രത്തോളം മെറ്റീരിയൽസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുക. ദെൻ മെറ്റീരിയൽ കോസ്റ്റ് മേ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു: ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെറ്റീരിയൽ. It is the cost of material which can be clearly traced and identified in the product, job or services, etc. Which can be clearly traced and identified. Which can be clearly traced and identified. നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ട്രേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, എക്സാമ്പിൾ പേപ്പർ ഇൻ ബുക്സ്. അപ്പം നമ്മൾ നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന പേപ്പർ, അവിടുത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പറാണ്. ആ പേപ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ബുക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പേപ്പേഴ്സ് ഇൻ ബുക്സ്, ദെൻ ഗോൾഡ് ജ്വല്ലറി, ദെൻ ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ്സ്, എക്സെട്ര. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ദെൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. These are those materials which cannot be traced or identified to a specific product or job or service, etc. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ഒരു ജോബിലോ അല്ലെങ്കിൽ ഒരു സർവീസിലോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലിനെയാണ്, അങ്ങനെയുള്ള മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. In wooden furniture manufacturing unit, the cost of nails used, അവിടെ യൂസ് ചെയ്ത നെയിൽസ്. ദെൻ കോസ്റ്റ് ഓഫ് പോളിഷ്, അവിടെ യൂസ് ചെയ്ത പോളിഷിൻ്റെ കോസ്റ്റ്. ദെൻ കോസ്റ്റ് ഓഫ് ഗം, അവിടെ യൂസ് ചെയ്ത പശയുണ്ടല്ലോ, ഫെവിക്കോൾ, അങ്ങനെയുള്ള, അപ്പോൾ ആ ഗമ്മിൻ്റെ കോസ്റ്റ് ആർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എത്ര രൂപയുടെ നെയിൽസ് നമ്മളവിടെ യൂസ് ചെയ്തു, എത്ര രൂപയുടെ പോളിഷാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. അതല്ലെങ്കിൽ ഒരു വലിയ ബോക്സ്, വലിയൊരു ടിൻ ഗമ്മാണ് വാങ്ങി വെച്ചത്, അതിൽ നിന്ന് കുറച്ചാണ് നമ്മളവിടെ തേച്ചത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എത്ര രൂപയുടെ ഗം അവിടെ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ലേബർ കോസ്റ്റ്. Labor cost may be classified into direct labor and indirect labor. Direct labor is the labor which can be distinctly and clearly identified to a product, job, cost center, etc. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്ക്റ്റ്ലി ആൻഡ് ക്ലിയർലി ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും ഇത്ര രൂപ ലേബർ കോസ്റ്റ് ആയി എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ, ക്ലിയർലി നമുക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ, വേജസ് പെയ്ഡ് ടു എ കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് ഫർണിച്ചർ. ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർപ്പൻറ്റർക്ക് നമ്മൾ എത്ര രൂപ കൊടുത്തുവോ അതാണ് എന്തെന്ന് പറയുക? ഡയറക്റ്റ് ലേബർ കോസ്റ്റിന് ഒരു എക്സാമ്പിൾ. അപ്പോൾ സപ്പോസ് ഒരു ഒരു ടേബിൾ പണിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർപ്പൻറ്ററെ വിളിച്ചു. അന്ന് വൈകുന്നേരം ആ കാർപ്പൻറ്റർ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു 1500 rupees കൊടുത്തു എങ്കിൽ, അപ്പോൾ അവിടുത്തെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 1500. ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിന് എത്ര ആയി? 1500 ആയെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും.
അങ്ങനെ പറയാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക. സെക്കൻഡ് എക്സാമ്പിൾ, പേയ്മെൻറ്റ്സ് ടു ടൈലർ ഇൻ റെഡിമെയ്ഡ് വെയർസ് യൂണിറ്റ്. അപ്പോൾ റെഡിമെയ്ഡ് വെയർ യൂണിറ്റിലെ ഒരു ടൈലർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അപ്പോൾ ഒരു പർട്ടിക്കുലർ ഷർട്ട് മേക്ക് ചെയ്യുന്നതിന് ആ ലേബർക്ക് എത്ര കൊടുക്കുന്നു, ക്ലിയർ അല്ലേ, ആ ടൈലർക്ക് എത്ര കൊടുക്കുന്നു, അതാണ് അവിടുത്തെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക. ദെൻ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇറ്റ് ഈസ് ദ ലേബർ വിച്ച് cannot be identified to a particular പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ജോബ് എക്സെട്ര. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ഒരു ജോബിലോ അല്ലെങ്കിൽ ഒരു സർവീസിലോ നമുക്ക് ആ കോസ്റ്റ് എത്ര ആയി എന്ന് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക. എൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കിയേ. ഇൻ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ്, ദ പേയ്മെൻറ്റ് ടു സൂപ്പർവൈസർ, ദെൻ പേയ്മെൻറ്റ് ടു ഹെൽപ്പർ ഓർ പേയ്മെൻറ്റ് ടു സെക്യൂരിറ്റി സ്റ്റാഫ് എക്സെട്ര ആർ ദ ഇൻഡയറക്റ്റ് ലേബർ. അപ്പോൾ ഇവരൊക്കെ അവിടെ എന്താ ആവശ്യമാണ്, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവരുടെ എല്ലാം ഹെൽപ്പ് നമുക്ക് അവിടെ ആവശ്യമാണ്. പക്ഷേ ഇവർക്ക് ഡയറക്റ്റായിട്ട് ഏതുമായിട്ട് എൻഗേജ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഏതുമായിട്ട് കണക്ഷൻ ഇല്ല, ഈ പ്രൊഡക്ഷനുമായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കുള്ള കൊടുക്കുന്ന വേജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കോസ്റ്റാണ് എന്തെന്ന് പറയുക, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. Then third, other expenses ആണ്. Other expenses may be classified into direct expenses and indirect expenses. First one, direct expenses. Direct expenses are costs other than material or labor which can be identified in a specific product or service. അപ്പം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നമുക്ക് ഒരു മെറ്റീരിയൽ കോസ്റ്റിനെ മാറ്റിവെച്ചു, ലേബർ കോസ്റ്റിനെ മാറ്റിവെച്ചാൽ അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് മറ്റുള്ള എക്സ്പെൻസിനെ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസിനെ ആണെന്തെന്ന് പറയുക, ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നോക്കേ. റോയൽറ്റി പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് ആൻ ഐറ്റം. റോയൽറ്റി, നമ്മളൊരു പർട്ടിക്കുലർ അസറ്റൊക്കെ ലീസിനെടുക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന പിന്നെ എന്താണ് റെൻറ്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, റോയൽറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ഐറ്റം മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന റോയൽറ്റി, അല്ലെങ്കിൽ ഹയർ ചാർജസ് ഫോർ സ്പെഷ്യൽ ടൂൾസ് ഹയർഡ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടൂൾസ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന വാടക. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. These are costs other than material or labor which cannot be identified in a specific product or service. ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിലോ സർവീസിലോ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലും ലേബറും അല്ലാത്ത കോസ്റ്റുകളെയാണ് എന്തെന്ന് പറയുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുക. ഓക്കെ, റെൻറ്റ് ഓഫ് ഫാക്ടറി, ലൈറ്റിംഗ് ഓഫ് ദ ഫാക്ടറി, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ലാസ്റ്റ് ബേസിസ് ഫിനാൻഷ്യൽ നേച്ചർ. ലാസ്റ്റ് ബേസിസ് ഫിനാൻഷ്യൽ നേച്ചറാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ, cost may be classified into financial cost and non-financial cost. Cost may be classified into financial cost and non-financial cost. Financial cost again classified into two, cash cost and non-cash cost. What is cash cost? Cash cost are those costs, sacrifices that are reflected in the actual cash outflows. ഓക്കെ, അപ്പോൾ ക്യാഷ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ക്യാഷ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും, ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും, ആ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, ക്യാഷ് കോസ്റ്റ് എന്ന് പറയുക. ദെൻ നോൺ ക്യാഷ് കോസ്റ്റ് ആണ്. These are financial sacrifices that do not involve cash outlays at the time when their cost is recognized. ആ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈമിൽ അവിടെ എന്തും ഉണ്ടാവില്ല, ക്യാഷ് ഔട്ട്ലേസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, നോൺ ക്യാഷ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകില്ല, ക്യാഷ് ഔട്ട്ലേസ് ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, നോൺ ക്യാഷ് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. ദെൻ നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് ആണ്. These are those costs that are not directly traceable through a company's cash flow. ഇങ്ങനെ ഒരു കോസ്റ്റിനെ ഒരിക്കലും നമ്മുടെ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കോസ്റ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റില്ല.
അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. കോസ്റ്റ് ഓൾറെഡി അവിടെ ഇൻകർ ആയിട്ടുണ്ട്, പക്ഷേ ഏതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വാച്ച് ദ വീഡിയോസ് കെയർഫുള്ളി, ദെൻ റൈറ്റ് ദ അസൈൻമെൻറ്റ് notes on classification of cost. Then previous year question, explain the element wise classification of cost, formal question.